ലോകം മുഴുവൻ ആരാധകരുള്ള സിനിമാ വ്യവസായ മേഖലയാണ് മലയാളം. ചെറിയ ബജറ്റിൽ മികച്ച ചിത്രങ്ങൾ ഒരുക്കാൻ മലയാള സിനിമയ്ക്കുള്ള കഴിവിനെ വാഴ്ത്തുകയാണ് ലോകം. സമ്പത്തും അധികാരവും നിറഞ്ഞ സിനിമാ ലോകത്തിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കാത്ത ആരാണുള്ളത്? മമ്മൂട്ടിയും മോഹൻലാലും കടന്നുവരാത്ത ദിനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാകണമെന്നില്ല. കാരണം സിനിമ അങ്ങനെയാണ്. അതിൻ്റെ അത്ര ആഴത്തിലേക്ക് ഇറങ്ങാൻ മറ്റേത് കലാരൂപത്തിനാണ് സാധിക്കുക? ഇത്രത്തോളം ഗ്ലാമറായി നിലനിൽക്കുന്ന മലയാള സിനിമയുടെ തുടക്കത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നു കാണുന്ന ഭംഗിയൊന്നുമില്ലാതെയാണ് മലയാള സിനിമ പിറന്നു വീഴുന്നത്. ആദ്യത്തെ മലയാള സിനിമാ നിർമ്മാതാവിന് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയാണ് ആദ്യ മലയാള ചലച്ചിത്രത്തിന് തുടക്കം. ആദ്യ നായികയെ നാട്ടുകാർ വസ്ത്രാക്ഷേപം ചെയ്തു. അവളെ കല്ലെറിഞ്ഞ് നാട്ടിൽ നിന്ന് ഓടിച്ചു. ആ കഥയാണ് ഇന്ന് പറയുന്നത്. ആദ്യ മലയാള സിനിമാ മോഹത്തിനേറ്റ മുറിവിൻ്റെ കഥ. നവംബർ 7 തിരുവനന്തപുരം ക്യാപിറ്റോൾ തിയേറ്ററിലായിരുന്നു നിശബ്ദ സിനിമയായ വിഗതകുമാരൻ റിലീസ് ചെയ്തത്. ആദ്യമായി സിനിമയെ അറിയാൻ നാട്ടുപ്രമാണിമാർ ഓരോരുത്തരായി അങ്ങോട്ട് വന്നു. തന്റെ അധ്വാനം ജനങ്ങളെ കാണിക്കുന്നതിന്റെ ആവേശത്തിലായിരുന്നു ഒരു ചെറുപ്പക്കാരൻ. സ്ക്രീനിൽ പേരു തെളിഞ്ഞു: വിഗതകുമാരൻ, ദ ലോസ്റ്റ് ചൈൽഡ്. സിനിമ ആരംഭിച്ച് ഏതാനും നിമിഷങ്ങൾ പിന്നിട്ടതോടെ സ്ക്രീനിലേക്ക് സുന്ദരിയായ ഒരു പെൺകുട്ടി കടന്നു വന്നു. കീഴ്ജാതിക്കാരിയായിരുന്ന റോസിയുടെ മുഖമായിരുന്നു അത്. നായർ വേഷത്തിലെത്തിയ നായികയുടെ മുഖം കണ്ടതോടെ കാണികളുടെ ജാതിബോധം തലപൊക്കി തുടങ്ങി. സവർണ കഥാപാത്രത്തെ കീഴ്ജാതിക്കാരി അഭിനയിച്ച് ഫലിപ്പിച്ചതുകൊണ്ട് തിയേറ്ററിൽ റോസിയുടെ ചിത്രം കടന്നു വന്നപ്പോഴൊക്കെ കാണികൾ കൂവിയും ചെരുപ്പ് വലിച്ചെറിഞ്ഞുമാണ് എതിരേറ്റത്. പോരാത്തതിന് വെള്ളിത്തിര കുത്തിക്കീറുകയും ചെയ്തു. ഇതും പോരാഞ്ഞ് തിരുവനന്തപുരം ചാലക്കമ്പോളത്തിൽ വെച്ച് പരസ്യമായി റോസിയെ വസ്ത്രാക്ഷേപം ചെയ്യുക വരെ ഉണ്ടായി. അവളുടെ കുടിലിന് ജാതിവെറി പിടിച്ച മനുഷ്യർ തീയിട്ടു. കയ്യിൽ കിട്ടിയത് വാരിക്കൂട്ടി കത്തിയമരുന്ന കൂരയ്ക്ക് പിറകിലൂടെ ആ ഇരുട്ടിലേക്ക് അവൾ ഓടിമറഞ്ഞു. പിന്നെ ആ നായികയെ ആരും കണ്ടില്ല. വിഗതകുമാരൻ അവളുടെ ആദ്യത്തേതും അവസാനത്തേതുമായ ചലച്ചിത്രമായി മാറി. ഇന്ന് തമിഴ്നാടിന്റെ ഭാഗമായ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന നാഗർകോവിലിനടുത്ത് അഗസ്തീശ്വരം സ്വദേശി ദന്തവൈദ്യൻ കൂടിയായിരുന്ന JC ഡാനിയൽ കുടുംബസ്വത്ത് കടപ്പെടുത്തിയാണ് 4 ലക്ഷം രൂപയോളം ചെലവഴിച്ച് വിഗതകുമാരൻ നിർമ്മിക്കാൻ ഇറങ്ങുന്നത്. JC ഡാനിയലാണ് വിഗതകുമാരന്റെ കഥയും തിരക്കഥയും ഒരുക്കി സംവിധാനം ചെയ്തത്. ആദ്യകാല ഇന്ത്യൻ സിനിമകളെല്ലാം പുരാണ കഥ പറഞ്ഞപ്പോൾ സാമൂഹിക പ്രസക്തിയുള്ള ഒരു പ്രമേയമായിരുന്നു ഡാനിയൽ തിരഞ്ഞെടുത്തത്. അച്ഛനമ്മമാർ വേർപിരിഞ്ഞുപോയ ഒരു കുഞ്ഞിന്റെ കഥ. കളരിപ്പയറ്റ് വിദഗ്ധൻ കൂടിയായ അദ്ദേഹം ഇതിലൂടെ ഈ ആയോധന വിദ്യയ്ക്ക് കൂടുതൽ പ്രചാരം നൽകുമെന്നും തനിക്കൊരു ചലച്ചിത്ര താരമാകണമെന്നും ഉദ്ദേശിച്ചാണ് സിനിമാ നിർമ്മാണ മേഖലയിലേക്ക് ചുവടുവെക്കുന്നത്. ചിത്രത്തിലെ നായികയ്ക്കായി നാട് മുഴുവൻ അലയുകയും പത്രപരസ്യം കൊടുക്കുകയും ചെയ്തു. ഒടുവിൽ കിട്ടിയ ഒരു ബോംബെ നായികയെ ഇഷ്ടപ്പെടാതെ റോസി എന്ന മലയാളിയെ തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് മലയാളത്തിലെ ആദ്യ സിനിമയായ വിഗതകുമാരനിലെ നായികയായി രാജമ്മ എന്ന PK റോസി കടന്നു വരുന്നത്. സിനിമയിൽ അഭിനയിക്കുന്നത് വേശ്യാവൃത്തി പോലെ കണ്ടിരുന്ന ഒരു സമൂഹത്തിലായിരുന്നു അവർണ സ്ത്രീയായ റോസി ഈ മേഖലയിലേക്ക് കടന്നു വന്നത്. ബോംബെയിലും മദ്രാസിലും മാത്രം ഫിലിം സ്റ്റുഡിയോ ഉണ്ടായിരുന്ന ആ കാലത്ത് ബോംബെയിലെ ഒരു സ്റ്റുഡിയോയിൽ ഒരു രാത്രിയും പകലും ചെലവഴിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ വശത്താക്കിയ അദ്ദേഹം കേരളത്തിലെ ആദ്യത്തെ സിനിമാ സ്റ്റുഡിയോ ആയ ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് തുടങ്ങി. ഈ സ്റ്റുഡിയോയിൽ വെച്ചാണ് മലയാളത്തിന്റെ ആദ്യത്തെ സിനിമ ജന്മമെടുക്കുന്നത്. തിരുവനന്തപുരം PSC ഓഫീസിന് സമീപം അഡ്വക്കേറ്റ് നാഗപ്പൻ നായരുടെ വസതിയായിരുന്നു പ്രധാന ലൊക്കേഷൻ. വൈദ്യുതി എത്താത്ത കാലമായതിനാൽ സൂര്യപ്രകാശം ഉപയോഗിച്ചായിരുന്നു ഷൂട്ടിംഗ് നടന്നത്. രാവിലെ ആരംഭിക്കുന്ന ഷൂട്ടിംഗ് സൂര്യപ്രകാശത്തിന്റെ ശക്തി കുറയും വരെ തുടരും. ക്യാമറാമാൻ സംവിധായകനും നടനുമൊക്കെ ഒരാൾ തന്നെ. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെട്ട JC ഡാനിയൽ രാത്രികളിൽ സ്വയം ഫിലിം കഴുകി ഉണക്കിയെടുത്തു. ഇന്നത്തെ പോലെ ഷോർട്ടായിട്ടല്ല ഓരോ രംഗങ്ങളും ചിത്രീകരിച്ചത്. 1000 അടി നീളമുള്ള ഒരു റോൾ ഫിലിമിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ തുടർച്ചയായി അഭിനയം ചിത്രീകരിച്ചു. ഷൂട്ടിംഗ് സെറ്റിലെ പ്രധാന പാചകക്കാർ നായികയായിരുന്ന PK റോസിയും കുടുംബവും തന്നെയായിരുന്നു. പ്രാതൽ കഴിഞ്ഞാൽ നടീനടന്മാർ സ്വയം മേക്കപ്പ് ഇടും. അഭിനയിക്കേണ്ടവർ തന്നെയാണ് വസ്ത്രങ്ങൾ തയ്പ്പിച്ചെടുത്തത്. സിനിമയുടെ തനിമയ്ക്കായി 2 തവണ സിലോണിൽ പോയും ചിത്രം ചിത്രീകരിച്ചു. വിദേശത്തു ചിത്രീകരിച്ച ആദ്യത്തെ മലയാള സിനിമയും വിഗതകുമാരനാണെന്ന് എത്ര പേർക്കറിയാം? എത്രയോ കഷ്ടപ്പാടുകൾ സഹിച്ച് ചിത്രം പുറത്തിറങ്ങിയെങ്കിലും അന്നത്തെ മലയാളികളുടെ പൊതുബോധം ചിത്രത്തിന് വില്ലനായി. എല്ലാ കടമ്പകളെയും അതിജീവിച്ച് നിർമ്മിച്ച സിനിമ സാമ്പത്തികമായി പരാജയപ്പെട്ടു. 1928 നവംബർ 7 തിരുവനന്തപുരത്തെ ദ ക്യാപിറ്റോൾ തിയേറ്ററിൽ പ്രശസ്ത അഭിഭാഷകനായിരുന്ന മുള്ളൂർ ഗോവിന്ദപിള്ളയാണ് ആദ്യ പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. പിന്നീട് കൊല്ലം, ആലപ്പുഴ, തൃശൂർ, തലശ്ശേരി, നാഗർകോവിൽ എന്നിവിടങ്ങളിലും ചിത്രം പ്രദർശിപ്പിച്ചു. എന്നാലും വിഗതകുമാരൻ രക്ഷപ്പെട്ടില്ല. ഒപ്പം JC ഡാനിയലും. സാമ്പത്തിക നഷ്ടം കാരണം തന്റെ കയ്യിലുള്ള സാങ്കേതിക ഉപകരണങ്ങൾ JC ഡാനിയലിന് പിന്നീട് വിൽക്കേണ്ടതായി വന്നു. അതോടെ മലയാളത്തിലെ ആദ്യത്തെ സ്റ്റുഡിയോ അടച്ചുപൂട്ടുകയും ചെയ്തു. റോസിയെക്കുറിച്ച് പിന്നീട് ഒരറിവുമില്ലായിരുന്നു. ആരും അന്വേഷിച്ചില്ല എന്ന് വേണം പറയാൻ. പക്ഷേ പിൽക്കാലത്ത് ആരൊക്കെയോ റോസിയെ അന്വേഷിച്ച് കണ്ടെത്തിയിരുന്നു. ഈ കഥകളാണ് സെല്ലുലോയിഡ് എന്ന കമൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പറഞ്ഞത്. വിഗതകുമാരൻ എന്ന സിനിമയുടെ ഏതെങ്കിലും ഒരു പ്രിന്റ് ഉള്ളതായും അറിവില്ല. ആദ്യ മലയാള ചിത്രത്തിൽ
ഇതിഹാസത്തിന്റെ അമരക്കാരൻ എന്ന നിലയ്ക്ക് ഡാനിയലിനെ മലയാള സിനിമ അംഗീകരിച്ചു. മലയാള സിനിമയുടെ പിതാവ് എന്ന ബഹുമതി നൽകി ആദരിച്ചു. അദ്ദേഹത്തിന്റെ പേരിൽ സംസ്ഥാന സർക്കാർ അവാർഡും ഏർപ്പെടുത്തി. അപ്പോഴും നീതി ലഭിക്കാത്തത് റോസിക്കാണ്, മലയാളത്തിലെ ആദ്യ നായികയ്ക്ക്. PK റോസിയോട് കേരളം താല്പര്യം കാണിക്കാൻ ഏകദേശം 4 പതിറ്റാണ്ടുകളാണ് എടുത്തത്. 60കളുടെ അവസാനത്തിലാണ് വിഗതകുമാരനെക്കുറിച്ചും അതിന്റെ ദാരുണമായ വിധിയെക്കുറിച്ചും ചേലങ്ങാട് ഗോപാലകൃഷ്ണന്റെ ആദ്യ ലേഖനം പ്രസിദ്ധീകരിച്ചത്. JC ഡാനിയലിനെ നാഗർകോവിലിൽ നിന്ന് കണ്ടെത്തിയ കുന്നുംകുഴി 1971 റോസിയെക്കുറിച്ചുള്ള തന്റെ ആദ്യ ലേഖനം കലാപ്രേമിയിൽ പ്രസിദ്ധീകരിച്ചു. ഇതോടുകൂടിയാണ് മലയാളത്തിലെ ആദ്യ നായികയെ ലോകം പരിചയപ്പെട്ടത്. എന്താണ് പിന്നീട് റോസിക്ക് സംഭവിച്ചത്? ഇത്രയധികം പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നതിനാൽ തിരുവനന്തപുരം വിട്ടുപോകാൻ റോസി നിർബന്ധിതയായി. പിന്നീട് നായരായ ഒരു ട്രക്ക് ഡ്രൈവറെ വിവാഹം കഴിച്ച് തമിഴ്നാട്ടിലേക്ക് പോയി. അവിടെ അവൾ രാജമ്മാൾ എന്ന പേരിൽ ശിഷ്ടകാലം ജീവിച്ച് മരിച്ചു. റോസിയും ഭർത്താവും തന്റെ ഭൂതകാലം ആരോടും പറഞ്ഞില്ല. അവരുടെ മക്കൾക്ക് ചില കാര്യങ്ങൾ അറിയാമെങ്കിലും അവരുടെ അമ്മയുടെ കഥ അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. കാരണം ജാതി തന്നെയാണ്. ഇന്നവർ ജീവിക്കുന്നത് അവരുടെ അച്ഛന്റെ ജാതിവാലിനൊപ്പമാണ്. 2013 ഏഷ്യാനെറ്റ് ന്യൂസ് യൂട്യൂബിൽ പ്രസിദ്ധീകരിച്ച PK റോസിയുടെ മകൾ പത്മ ഇന്ത്യൻ സിനിമയുടെ 100 വർഷങ്ങൾ എന്ന വീഡിയോയിൽ ഒരു സംഘം റോസിയുടെ മകളെ മധുര ഗോരിപാളയത്ത് പോയി കണ്ട് സംസാരിക്കുന്നുണ്ട്. പത്മ, തയ്യൽക്കാരനായ ഭർത്താവ് ഷൺമുഖം, മകൾ രാജലക്ഷ്മി, പത്മയുടെ പേരക്കുട്ടി എന്നിവർ വീഡിയോയിലുണ്ട്. വിവാഹത്തിന് മുൻപ് അവൾ എങ്ങനെയായിരുന്നുവെന്ന് എനിക്കറിയില്ല. എന്നാൽ വിവാഹത്തിന് ശേഷം അവൾ ഒന്നിനും പോയിട്ടില്ല. പത്മ പറയുന്നത് ഇങ്ങനെയാണ്: തന്റെ കുടുംബത്തിലെ ആളുകൾ സിനിമയിലും തിയേറ്ററിലും അഭിനയിച്ചിട്ടുണ്ടെന്നും എന്നാൽ കൂടുതൽ വിവരങ്ങളൊന്നും തനിക്കറിയില്ലെന്നും അമ്മായിയപ്പൻ തന്നോട് പറഞ്ഞിരുന്നുവെന്നാണ് ഷൺമുഖം പറയുന്നത്. കേരളത്തിൽ നിന്നുള്ള റോസിയുടെ സഹോദരൻ ഗോവിന്ദന്റെ മകൻ അനിൽ എന്നിവരെയും സംഘം കണ്ടെത്തി. മലയാളത്തിലെ ആദ്യ സിനിമ വിഗതകുമാരൻ പ്രദർശിപ്പിച്ചിട്ട് ഇന്ന് 90 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. 1928 നവംബർ 7 തിരുവനന്തപുരം ക്യാപിറ്റോൾ തിയേറ്ററിൽ വിഗതകുമാരന്റെ ആദ്യത്തെ പ്രദർശനം. ജാതി ചിന്തയും സാമൂഹിക ഉച്ചനീചത്വങ്ങളും വേട്ടയാടിയ മലയാളത്തിലെ ആദ്യ നായികയുടെ ജീവിതം എഴുതാതെ മലയാള സിനിമയുടെ ചരിത്രം അപൂർണമാണ്. സിനിമാ നിർമ്മാണം നശിപ്പിച്ച JC ഡാനിയലിന്റെ ജീവിതവും പുറം ലോകത്തിന് പിന്നീട് ഒരിക്കലും കാണാൻ കഴിയാതെ വന്ന വിഗതകുമാരനുമാണ് മലയാള സിനിമയുടെ തുടക്കമെന്ന് ഓർമ്മിക്കാതെ എങ്ങനെയാണ് നമുക്ക് മലയാള സിനിമയെക്കുറിച്ച് പറയാനാകുക? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.